നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാംസ്കാരിക സ്ഥാപനങ്ങളും അക്കാദമികളും കൂടുതൽ ജനകീയമാക്കണമെന്നും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നും ടൂറിസം സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. മേലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ 20ഓളം മരങ്ങൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ അനധികൃതമായി മുറിച്ചു കടത്തിയതായി ആരോപിച്ച് മേലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. സംസ്ഥാന ലഹരി വർജന മിഷൻ വിമുക്തി പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 14ഓളം വരുന്ന വിവിധ ഉന്നതികളിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. പ്രിയദർശിനി പദ്ധതി 45 ദിവസം പിന്നിടുമ്പോഴും പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കാത്തതുമൂലം പ്രതിസന്ധിയിലായ ബസ് ഉടമകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി യൂണിറ്റ് പ്രതിഷേധ ധർണ നടത്തി. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനും രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിനുമായി പാർലമെന്റ് പാസാക്കിയ പുതിയ ഭേദഗതി ബില്ലിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന സമിതിയുടെ രീതി ചോദ്യം ചെയ്ത് സുപ്രീംകോടതി. വാർത്തകൾ വിശദമായി. സാംസ്കാരിക സ്ഥാപനങ്ങളും അക്കാദമികളും കൂടുതൽ ജനകീയമാക്കണമെന്നും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നും ടൂറിസം സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. അക്കാദമികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിന്റെ ഭാഗമായി തൃശൂരിലെ വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സാഹിത്യ അക്കാദമിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയ മന്ത്രി അക്കാദമിയിലെ ലളിതാംബിക അന്തർജനം സ്മാരക ഗ്രന്ഥശാലയും പുസ്തകശാലയും സന്ദർശിക്കുകയും ജീവനക്കാരുമായി സംവദിക്കുകയും ചെയ്തു. രാജൻ J. പല്ലൻ MLA, സാഹിത്യ അക്കാദമി സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന മാനേജർ PK മിനി, മാനേജർ സുനിൽ, പബ്ലിക്കേഷൻ ഓഫീസർ നയൻതാര തുടങ്ങിയവർ അദ്ദേഹത്തെ അനുഗമിച്ചു. മികച്ച രീതിയിൽ അക്കാദമികളെ നയിക്കാൻ കഴിവുള്ള ഭരണസമിതികൾ അധികം വൈകാതെ നിലവിൽ വരുമെന്നും ഉചിതമായ വ്യക്തികളെ തെരഞ്ഞെടുത്ത് ഭരണസമിതികളിൽ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. അക്കാദമികളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സമയാസമയങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടാകും. സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, കേരള കലാമണ്ഡലം തുടങ്ങി ഉൾപ്പെട്ട സാംസ്കാരിക മൂലധനമാണ് തൃശൂർ ജില്ല. അക്കാദമികളുടെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് സർക്കാരിന്റെ പിന്തുണ മന്ത്രി ഉറപ്പു നൽകി. കേരള സംഗീത നാടക അക്കാദമി സന്ദർശനത്തിന്റെ ഭാഗമായി മുരളി തിയേറ്ററിലെത്തിയ മന്ത്രി പരിശീലനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദീപൻ ശിവരാമന്റെ സ്പൈനൽ കോഡ് എന്ന നാടകത്തിന്റെ അണിയറ പ്രവർത്തകരുമായി സംവദിച്ചു. KT മുഹമ്മദ് തിയേറ്ററും സന്ദർശിച്ച മന്ത്രി തിയേറ്ററിൽ നടക്കുന്ന ഭരതൻ സ്മൃതിയുടെ ഭാഗമായുള്ള ഗാനമേളയുടെ പരിശീലനവും വീക്ഷിച്ചു. കലാകാരന്മാർക്കൊപ്പം ഹൃദയരേഖ പോലെ ഞാൻ എന്ന ഒരു ഇഷ്ടഗാനത്തിലെ വരികൾ പാടിയാണ് മടങ്ങിയത്. തുടർന്ന് നാട്യഗ്രഹവും അക്കാദമി പുസ്തകശാലയും ലൈബ്രറിയും മന്ത്രി സന്ദർശിച്ചു. കേരള ലളിതകലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പിന്തുണ നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ആർട്ട് ഗാലറികളും മ്യൂസിയവും കൂടുതൽ ജനകീയവും ആകർഷകവുമാക്കണം. അക്കാദമിയുടെ ഭാഗത്തു നിന്ന് തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു.
പൊറാട്ട് ഡെയിലി വേജസ് ആ രീതിയിൽ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കായിനുള്ളത് ശങ്കർ മീസ് ചാട്ടാണ്. ഗവൺമെന്റ് സപ്പോർട്ട് വേണം. എൻ്റെ പേര് മനോജ് എന്നറിയ. ഒരു കോമ്പൗണ്ട് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ബഡ്ജറ്റിന്റെ ഇപ്പൊ കഴിഞ്ഞത് 30 വരെ നടത്താൻ തീരുമാനിച്ചു. അക്കാഡമി വന്നിട്ടില്ല, അവിടെ അക്കാഡമി വന്നില്ല. പക്ഷെ അതിപ്പം മേലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ 21ഓളം മരങ്ങൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അറിവോടെ അനധികൃതമായി മുറിച്ച് കടത്തിയതായി ആരോപിച്ച് മേലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിൽ മരമുറി വിഷയം അജണ്ടയായി ഉന്നയിച്ചപ്പോൾ മറുപടിയായി പറഞ്ഞത് മരം മുറിച്ചു വിറ്റ വിഷയത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, തെറ്റ് പറ്റിയിട്ടുണ്ട് ആയിരുന്നെന്ന് പറയുന്നു. അധികാര ദുർവിനിയോഗവും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയ മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് സമരം. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ സമരം DCC സെക്രട്ടറി ജെയിംസ് പോൾ ഉദ്ഘാടനം ചെയ്തു. മേലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷാജൻ മാടവന അധ്യക്ഷത വഹിച്ചു. പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT ഡേവിഡ്, ജോസഫ് വയനാടത്ത്, ലിൻസൺ ആന്റണി, ഷീജ പോളി, ജാൻസി ബാബു, റിൻസി രാജേഷ്, സ്വപ്ന ഡേവിസ്, KD ജോസ്, പോൾ D നെറ്റിക്കാടൻ, VK ഉദയൻ, PL സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. വെട്ടിമാറ്റിയതറിഞ്ഞില്ലേ? നാണക്കേട്. രാജിവെക്കൂ പ്രസിഡന്റ്. രാജിവെച്ച് പുറത്തു പോകൂ. സംസ്ഥാന ലഹരി വർജന മിഷൻ വിമുക്തി പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 14ഓളം വരുന്ന വിവിധ ഉന്നതികളിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. 2 ദിവസങ്ങളിലായി അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ ഭാഗങ്ങളിലുള്ള ഉന്നതികളിലാണ് സന്ദർശനം നടത്തിയത്. മലക്കപ്പാറയിൽ 16 കിലോമീറ്ററോളം താണ്ടി ഇടമലയാർ വടാട്ടുപാറ വനം റേഞ്ചിന്റെ അനുമതിയോടെ ഔട്ട് പോസ്റ്റിൽ തങ്ങി സന്ദർശനം പൂർത്തിയാക്കിയത്. ഉന്നതിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. 35ഓളം പേർ പങ്കെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ KS സജിത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുകേഷ് കുമാർ, വണ്ടിച്ചാലിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് PP ഷാജി, വിമുക്തി കോർഡിനേറ്റർ KK രാജു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിതിൻ ബാബു, PA അജിത്ത്, മുഹമ്മദ് ഷാൻ, അനീഷ് ചന്ദ്രൻ, സുധീഷ്, പിങ്കി മോഹൻദാസ്, വനം വകുപ്പ് വാച്ചർ G കണ്ണൻ എന്നിവർ ബോധവൽക്കരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ മാറി നിന്നുകൊണ്ട് നമ്മുടെ ഈ ഉന്നതിനെ നല്ല രീതിയിലുള്ള ഉയർന്ന സാമ്പത്തിക, സാമൂഹ്യ പരിസ്ഥിതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ചാലക്കുടി എക്സൈസ് റേഞ്ചിന്റെ ഓഫീസിലുള്ള വിമുക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ ഉന്നതി സന്ദർശനം നടത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും പിന്നെ ഒരു കാര്യം അറിയോ, പ്രിയദർശിനി പദ്ധതി 45 ദിവസം പിന്നിടുമ്പോഴും പരിഹാരമാർഗ്ഗങ്ങൾ ഉണ്ടാക്കാത്തത് മൂലം പ്രതിസന്ധിയിലായ ബസ് ഉടമകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി യൂണിറ്റ് പ്രതിഷേധ ധർണ നടത്തി. ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ വൈസ് പ്രസിഡന്റ് AJ റിജാസ് ധർണ സമരം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് APGB അധ്യക്ഷനായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി BO ഡേവിസ്, ജില്ലാ സെക്രട്ടറി KM സിറാജ്, TY ഏലിയാസ്, ആൻസി ജിജു, സംസ്ഥാന കമ്മിറ്റി അംഗം CB നവാസ്, G രാമപടിയാർ, ഏലിയാസ് പിറവം, PT ഡേവിസ് എന്നിവർ സംസാരിച്ചു. പ്രിയദർശിനി പദ്ധതി ഏറെ തകർത്ത റൂട്ടുകളിൽ ഒന്നായ കൊരട്ടി അങ്കമാലി മേഖലയിലെ ബെസ്റ്റ് വേ ബസിന്റെ ഡമ്മിയിൽ റീത്ത് വെച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത്. വിദ്യാർത്ഥികളും അന്യസംസ്ഥാനക്കാരും ഒഴികെയുള്ള എല്ലാ പുരുഷന്മാർക്കും ബെസ്റ്റ് വേ ബസ്സിൽ സൗജന്യ യാത്രയും അനുവദിച്ചു. 12 വർഷമായി വിദ്യാർത്ഥികളുടെ തുച്ഛമായ ₹1 മിനിമം ചാർജ് എന്നത് കാലോചിതമായി വർദ്ധിപ്പിക്കാത്തതും മാനദണ്ഡങ്ങൾ ഇല്ലാതെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതുമാണ് ഈ പ്രതിഷേധത്തിന് പിന്നിലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ മുന്നോട്ട് പോയത്. എന്നാൽ അതിൽ തന്നെ 2000-ഓളം ബസ്സുകൾ ഈ സെപ്റ്റംബർ മാസത്തിൽ സർവീസ് നിർത്തേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പൊതുഗതാഗത മേഖലയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന
8,000-ഓളം സ്വകാര്യ ബസ്സുകളും 5,000-ഓളം KSRTC ബസ്സുകളിൽ 2,000 KSRTC ബസ്സുകൾ നിരത്തിൽ നിന്നും ഒഴിയുന്ന അവസ്ഥയിലാണ്. അതിന്റെ ഭാഗമായാണ് സെപ്റ്റംബറിൽ അവസാനിക്കുന്ന വാഹനങ്ങളുടെ പാർട്സ് ഊരിക്കൊണ്ടാണ് ഇപ്പോൾ ഓടണ വണ്ടിക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പൊതുഗതാഗത മേഖലയിൽ സ്ത്രീജനങ്ങൾക്ക് സൗജന്യം കൊടുത്തതിനൊന്നും നമ്മൾ ആരും എതിരല്ല. പക്ഷേ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സഹായങ്ങൾ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് സഹായം നൽകുന്നതിൽ മുൻപന്തിയിലുള്ള സാമൂഹിക പെൻഷനുകൾ നടപ്പാക്കുന്നതിൽ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്നാൽ അതെല്ലാം ആവശ്യക്കാരെ കണ്ടെത്തിക്കൊണ്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരൊറ്റ പ്രഖ്യാപനമായിരുന്നു, സ്ത്രീകൾക്ക് മുഴുവൻ സൗജന്യ യാത്ര. അന്ന് അത് കണ്ട ആളുകളെല്ലാം ഇവിടെ പറഞ്ഞത് ഇനി ദേശീയപാതയിൽ ചാലക്കുടി സൗത്ത് ജംഗ്ഷൻ മുതൽ പള്ളിത്തോട് വരെ ശാസ്ത്രീയമായി കാന നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ പ്രമേയം പാസാക്കി. കാനയില്ലാത്തതിനാൽ സൗത്ത് ബസ് സ്റ്റാൻഡ്, ഹൗസിംഗ് ബോർഡ് ഉന്നതി, പറക്കാട് നഗർ എന്നിവിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണെന്നും വീടുകളിലേക്ക് മഴവെള്ളം കയറുന്ന സ്ഥിതിയാണെന്നും പ്രമേയം അവതരിപ്പിച്ച കൗൺസിലർ VJ ജോർജ് പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ ഭാഗം മുതലുള്ള വെള്ളം നേരെ ഹൗസിംഗ് ബോർഡ് വഴി പള്ളിത്തോടിലേക്ക് എത്തിച്ചേർന്ന് അപ്പൊ അങ്ങനെ വരുമ്പോൾ ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡ്, ഹൗസിംഗ് ബോർഡ് കോട്ടി, പറക്കാട്ട് നഗർ ഈ സ്ഥലങ്ങളിലെല്ലാം ഒരു മഴ പെയ്യുമ്പോഴേക്കും ഫുള്ള് വെള്ളത്തിൽ മുങ്ങിയാണ്. അപ്പൊ ഇത് സംബന്ധിച്ചിട്ട് നമ്മൾ നിരവധി പ്രാവശ്യം ജില്ലാ കളക്ടർക്കും NHAIക്കും ഒക്കെ നമ്മൾ നിവേദനം നൽകിയിരുന്നു. പക്ഷെ അവരെല്ലാം പലവട്ടം സൗത്ത് ജംഗ്ഷനിൽ വരെ സന്ദർശിക്കുകയും ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നത്, അതായത് കാന ശാസ്ത്രീയമായി നിർമ്മിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇതുവരെ ഈ ഒരു കാര്യത്തിൽ പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് NHAI കൊണ്ട് ഇത് ഈ നിർമ്മാണം നടത്തിക്കാനായിട്ട് നഗരസഭ ഇടപെടണം, പ്രമേയം മൂലം ആവശ്യപ്പെടണം. അതോടൊപ്പം തന്നെ നിരവധി വീടുകളിലാണ് ഒരു മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. അതോടെ പ്രത്യേകിച്ച് ഹൗസിംഗ് ബോർഡിലും പറക്കാട് നഗറിലും കോടതിയിലും വെള്ളം കയറുന്നുണ്ട്. അപ്പൊ അതിനൊരു ശാശ്വത പരിഹാരത്തിനുള്ള രീതിയിൽ ദേശീയപാതയുടെ സൈഡിലും ശാസ്ത്രീയമായിട്ട് കാന നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഇത് NHAIയോട് ആവശ്യപ്പെടണം. ചെയർമാൻ ഇതിൽ വളരെ കരുതലുണ്ടാവണം, ഒന്ന് ഇടപെടണം. ജോർജ് അവതരിപ്പിച്ച പ്രമേയം കൗൺസിൽ ഏകകണ്ഠമായി പാസാക്കി. സൗത്ത് ജംഗ്ഷൻ മുതൽ പള്ളിത്തോട് വരെ ഇരുവശത്തും ശാസ്ത്രീയമായി കാന നിർമ്മിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെടുന്നതാണ് പ്രമേയം. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനും രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിനുമായി പാർലമെന്റ് പാസാക്കിയ പുതിയ ഭേദഗതി ബില്ലിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് ബിൽ പാസാക്കിയത്. പരീക്ഷാ സമ്പ്രദായത്തെ കൂടുതൽ വിശ്വാസയോഗ്യവും ശക്തവുമാക്കാൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയ്ക്കിടെ ഇത് 4ാം തവണയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പ്രധാനമന്ത്രി രാജ്യത്തെ യുവാക്കളെ അഭിസംബോധന ചെയ്യുന്നത്. പതിറ്റാണ്ടുകളായി രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ച വലിയ പ്രശ്നമായി തുടരുകയാണ്. ഇത് നമ്മുടെ കുട്ടികളുടെ ഭാവി അപകടത്തിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷാ സമ്പ്രദായത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന മാഫിയയെയോ സംഘങ്ങളെയോ ഒരു കാരണവശാലും വെറുതെ വിടില്ല. ഇതിനായി ശക്തമായ നിയമം ആവശ്യമായിരുന്നു, പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാവരും ഒന്നിച്ചു മുന്നേറണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന സമിതിയുടെ രീതി ചോദ്യം ചെയ്ത് സുപ്രീംകോടതി. ഈ നടപടിക്രമങ്ങളിൽ നിഷ്പക്ഷത വേണ്ടതല്ലേ എന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. എന്നാൽ പ്രധാനമന്ത്രിയെ വിശ്വസിക്കാൻ കഴിയില്ലേ എന്നാണ് കോടതിയോട് കേന്ദ്ര സർക്കാർ തിരിച്ചു ചോദിച്ചത്. പ്രധാനമന്ത്രി, ഒരു കേന്ദ്രമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന 3-അംഗ സമിതിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാർ എന്നിവരുടെ നിയമനം, സേവന വ്യവസ്ഥകൾ, കാലാവധി എന്നിവ തീരുമാനിക്കുന്നതിലെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിനുള്ള സെലക്ഷൻ പാനലിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയിട്ടുണ്ട്. CBI ഡയറക്ടറെയും ലോക്പാൽ അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്ന സമിതികളിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി നിയമനിർമ്മാണം നടത്തുമ്പോൾ ചീഫ് ജസ്റ്റിസിനെ ഈ സമിതിയിൽ നിന്ന് ഒഴിവാക്കാൻ പാർലമെന്റ് തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു. തെരഞ്ഞെടുപ്പ് നടപടിക്രമത്തിൽ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് മാത്രം പ്രധാനമന്ത്രിയും
മറ്റ് മന്ത്രിമാരും ദുരുദ്ദേശത്തോടെ അല്ലെങ്കിൽ ജനാധിപത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമെന്ന് കരുതുന്നത് തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഒരു വിശുദ്ധിയുണ്ട് എന്നും സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തെ സംശയിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിലുള്ള ഭരണഘടനാപരമായ വിശ്വാസ്യതയെ തകർക്കുമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയിൽ വാദിച്ചു. പ്രധാനമന്ത്രിയുടെ തീരുമാനത്തെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും അത് ഒരു ദുരുദ്ദേശപരമായ നടപടിയാണെന്നും കരുതുകയാണെങ്കിൽ ക്യാബിനറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുമ്പോഴും ഏതെങ്കിലും മുൻ ജഡ്ജിയോടോ പുറത്തുനിന്നുള്ള ആളോടോ ആലോചിക്കണമെന്ന് നിയമം കൊണ്ടുവരേണ്ടി വരില്ലേ? തുഷാർ മേത്ത കോടതിയോട് ചോദിച്ചു. ഭരണഘടനാ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമപ്രശ്നം ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 145(3) പ്രകാരം വിഷയം ഒരു വലിയ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടണമെന്ന് തുഷാർ മേത്ത ആവശ്യപ്പെട്ടു. സെലക്ഷൻ കമ്മിറ്റി പര്യാപ്തമല്ലെന്ന് കോടതി പറയുന്നത് പാർലമെന്റിന്റെ വിവേകത്തെ സംശയിക്കുന്നത് തുല്യമാണെന്നും ഭരണഘടനാപരമായ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും തുഷാർ മേത്ത വാദിച്ചു. വാദങ്ങൾ കേട്ട ശേഷം ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെയും മറ്റ് കമ്മീഷണർമാരുടെയും നിയമന നടപടികൾ നിയന്ത്രിക്കുന്ന നിയമത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടണമോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതി വിധി പറയാൻ മാറ്റിവെച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് 200 രൂപയാണ് വർദ്ധിച്ചത്. 1,06,040 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 25 രൂപയാണ് വർദ്ധിച്ചത്. 13,255 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പ്രഖ്യാപിച്ച പണവായ്പാ നയമാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ കേന്ദ്ര ബാങ്കിന്റെ പണവായ്പാ നയവുമായി ബന്ധപ്പെട്ട് വലിയ ഇടിവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. ഒരാഴ്ചക്കിടെ ഏകദേശം 3,000 രൂപ ഇടിഞ്ഞ ശേഷമാണ് തുടർച്ചയായ 2ാം ദിവസം സ്വർണ്ണവിലയിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത്. സമീപ ഭാവിയിൽ തന്നെ US കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് ഉയർത്തുമെന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ചത്. അമേരിക്ക ഇറാൻ സംഘർഷത്തിന് അയവ് വന്നതോടെ എണ്ണവില കുറഞ്ഞതടക്കമുള്ള ഘടകങ്ങളും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ വിലയിൽ വ്യതിയാനങ്ങൾ തുടരാൻ സാധ്യതയുമുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1,00,000 കടന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ കണക്കിലെടുത്ത് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി. ഞായറാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് ശക്തമായ മഴ മുന്നറിയിപ്പ്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നു. ഇത് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ക്രമേണ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത. ഇതേ തുടർന്നാണ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ചാലക്കുടി ഗവൺമെന്റ് വനിതാ ITIയിൽ ഇലക്ട്രോണിക് മെക്കാനിക്, ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ടെക്നോളജി എന്നീ ട്രേഡുകളിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഗസ്റ്റ് 8 വരെയുള്ള ദിവസങ്ങളിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2000-816, 9947325362 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തിയ ഇലക്ട്രിക്കൽ വയർമാൻ എഴുത്തു പരീക്ഷ 2025 വിജയിച്ചവർക്കായുള്ള പ്രായോഗിക പരീക്ഷ ഓഗസ്റ്റ് 3 മുതൽ 5 വരെ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കും. രാവിലെ 9 മുതൽ 12 വരെയും ഉച്ചയ്ക്ക് 1 മുതൽ 4 വരെയുമാണ് പരീക്ഷ. ഹാൾ ടിക്കറ്റ് സംരക്ഷ ലോഗിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. പരീക്ഷാർത്ഥികൾ കൃത്യസമയത്ത് തന്നെ ആവശ്യമായ ടൂളുകളും വയറിംഗ് സാമഗ്രികളും സഹിതം കേന്ദ്രത്തിൽ ഹാജരാകണമെന്ന് തൃശൂർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2973-280 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നാലുകെട്ട് പള്ളിക്ക് മുൻപിൽ റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന പൈപ്പിനുള്ളിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. നാട്ടുകാർ വീറുമറിച്ചിന്റെ അടിസ്ഥാനത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ AM റീബിൻ, വിൽസൺ പള്ളാശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിൽ അതിരപ്പള്ളി ഫോറസ്റ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം സ്ഥലത്തെത്തി പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി. പിടികൂടിയ പെരുമ്പാമ്പിനെ പിന്നീട് വനത്തിൽ വിട്ടയച്ചതായി വനപാലകർ അറിയിച്ചു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാംസ്കാരിക സ്ഥാപനങ്ങളും അക്കാദമികളും കൂടുതൽ ജനകീയമാക്കണമെന്നും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നും ടൂറിസം സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. മേലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ 20ഓളം മരങ്ങൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ അനധികൃതമായി മുറിച്ചു കടത്തിയതായി ആരോപിച്ച് മേലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. സംസ്ഥാന ലഹരി വർജന മിഷൻ വിമുക്തി പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 14ഓളം വരുന്ന വിവിധ ഉന്നതികളിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ഭാഗമായിട്ടാണ് ചാലക്കുടി എക്സൈസ് ഓഫീസിലുള്ള പ്രിയദർശിനി പദ്ധതി 45 ദിവസം പിന്നിടുമ്പോഴും പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കാത്തതുമൂലം പ്രതിസന്ധിയിലായ ബസ് ഉടമകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി യൂണിറ്റ് പ്രതിഷേധ ധർണ നടത്തി. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനും രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായം ശക്തിപ്പെടുത്തുന്നതിനുമായി പാർലമെന്റ് പാസാക്കിയ പുതിയ ഭേദഗതി ബില്ലിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന സമിതിയുടെ രീതി ചോദ്യം ചെയ്ത് സുപ്രീംകോടതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.